ഭവൻസിലെ ജഡ്ജ്മെന്റിന്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അങ്ങനെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അടുത്തതിന്റെ അവിടേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ആ താഴെയും ഒരുപാട് പ്രോഗ്രാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായി ക്യാൻറ്റീനിൽ പോയി. അവിടെ ഇതേ നമ്മുടെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സുന്ദരി ടീച്ചേഴ്സ് എന്ന് പറയാമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞപ്പോൾ അവർ പറയണേന്ന് പറഞ്ഞു. തമാശ പറയുന്നതാണ്. നല്ല വൈബാണ് കേട്ടോ. എല്ലാവരും നല്ല പോസിറ്റീവാണ്, അടിപൊളി ടീച്ചേഴ്സാണ്. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ദേ മറിയം ടീച്ചർ ഫുഡ് കഴിച്ച് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് ലിറ്റററി ഇവന്റ്സിന്റെ ഒക്കെ ജഡ്ജസ് എന്ന് പറയുന്നത് മറിയം ടീച്ചറും നാൻസി ടീച്ചറും ഞാനും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ സെൽഫി സെക്ഷൻ ആണ് കേട്ടോ. സെൽഫി ഒരുപാട് എന്താ പറയുക, നമുക്ക് ഭയങ്കര ക്രേസ് ആണല്ലോ. അങ്ങനെ എല്ലാവരും സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. ഇതാണ് നാൻസി ടീച്ചർ. ഭാരതീയ വിദ്യാഭവനിൽ 10-26 വർഷമായിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളതാണ് കേട്ടോ. അപ്പം നിലവിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഈ ടീച്ചർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതാ നമ്മൾ പഠിപ്പിച്ച മക്കളെ കണ്ടു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നടന്ന് പിന്നെ വണ്ടിയിൽ ആ കടയിലെത്തി കേട്ടോ. കടയിലെത്തി കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും പാർമോള് വന്ന്. പാർമോൾ എന്തോ ക്രാഫ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അച്ചുമ്മ വരാൻ ഇനി സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഒരു ചായയും കടിയും മേടിച്ച് പാറുവിന് കൊടുത്തു കേട്ടോ. അച്ചുമോൻ എത്തിയപ്പോൾ 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അച്ചുമോൻ എത്തി. ഇനി എന്തെങ്കിലും വാങ്ങണമല്ലോ വിശപ്പിനായിട്ട്. അപ്പോൾ ഞാൻ നൂൽ പൊറോട്ട എടുത്തു കേട്ടോ നമ്മുടെ കടയിൽ നിന്ന്. അങ്ങനെ ഒരു ചില്ലി ഗോബി പാഴ്സലും വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു. ഇത് പച്ചമുളക് അമ്മ പൊട്ടിച്ചു വെച്ചതാണ് കേട്ടോ. കടയിൽ കൊണ്ടുപോകാനായിട്ട് വീട്ടിലുണ്ടായതാണ്. അങ്ങനെ ചില്ലി ഗോബി, നൂൽ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു.